എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-15 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അബ്രഹാമിനെ കുറിച്ചാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്യുന്നു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും. 38 വർഷം രോഗിയായി കിടന്നവനെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വന്നത് സാക്ഷാൽ ദൈവമാണ്. അവന് മുമ്പുള്ള മുഴുവൻ രോഗികളെയും സൗഖ്യമാക്കിയത് ദൈവദൂതന്റെ സാന്നിധ്യത്തിലാണ്. ദൂതൻ വന്ന് കുളം കലങ്ങുമ്പോഴാണ് അവർ സൗഖ്യം പ്രാപിച്ചത്. പക്ഷേ ഈ 38 വർഷം രോഗിയായിരുന്നവൻ സുഖപ്പെട്ടത് സർവശക്തനാകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. 12 വർഷം കാത്തിരുന്ന രക്തസ്രവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയത് ഈ ലോകത്തിലെ ഒരു ഫിസിഷ്യന്മാരുമല്ല, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഫിസിഷ്യനായ, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന സൗഖ്യദായകനായ യേശുവിന്റെ കരമാണ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്ത വിഷയത്തെ പ്രാപിച്ചു. എബ്രായർ 10:35-36. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്, പേഷ്യൻസി ആവശ്യമാണ്. വേവറിങ് ആകരുത്. മക്കളെ, മോനെ, ഇത്രയും നാൾ നീ കാത്തിരുന്നു, ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചു, നിന്റെ വിവാഹത്തിനായി, നിന്റെ കുടുംബജീവിതത്തിന്റെ നന്മയ്ക്കായി, നിന്റെ അനുഗ്രഹത്തിനായി ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷനിലൂടെ, വല്ലാത്തൊരു വെപ്രാളത്തിലൂടെ, വല്ലാത്തൊരു ആശങ്കയിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ആശങ്കപ്പെടരുത്, വിഷമിക്കരുത്, നിരാശപ്പെടരുത്, തകർന്നു പോകരുത്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും.